ഈ ടോപ്പ് ടയറിലുള്ള ഇപ്പം മമ്മൂട്ടി ആണെങ്കിലും, മമ്മൂട്ടി പ്രത്യേകിച്ച്, പിന്നെ ഇപ്പോൾ മോഹൻലാൽ, അങ്ങനെയുള്ള വളരെ പവർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരും കൂടെ ഈ മലയാള സിനിമയുടെ ഒരു നരേറ്റീവ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും പവറിലുള്ള ആളുകൾ തന്നെ പരീക്ഷണങ്ങൾക്ക് തയ്യാറാവുന്നത്, അത് നിങ്ങൾക്ക് ക്രിയേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു കുറച്ചും കൂടെ ഒരു ഫ്രീഡം തരിക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് സ്വാധീനിക്കുന്നുണ്ടോ? നിങ്ങളുടെ സിനിമകളിൽ അവർ അഭിനയിക്കുന്നു എന്നുള്ളതല്ല, അവരെടുക്കുന്ന ഡിസിഷൻസ് മലയാള സിനിമയിൽ തന്നെ ഒരു അലയൊലികളൊക്കെ ആയിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, റിപ്പിൾ എഫക്റ്റ് ഉണ്ടാക്കുക, അങ്ങനെ സംഭവിക്കുന്നുണ്ട്? അപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, ഹൂവർ ആ ഒരു ഫസ്റ്റ് ഇയർ ആക്ടേഴ്സിൻ്റെ ഒരു അല്ല, ബേസിക്കലി നേരത്തെ സാറ് പറഞ്ഞ പോലെ മമ്മൂക്ക അത്രയും അപ്ഡേറ്റഡ് ആണ് ടെക്നോളജി വൈസ് ആണെങ്കിലും. എനിക്ക് ഞാനൊന്ന് പരിചയപ്പെടാൻ, എനിക്ക് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ ട്രെയിലർ കാണിക്കാൻ പോയ സമയത്ത് മമ്മൂക്കയുടെ ഓൾറെഡി ARMൻ്റെ ഞങ്ങൾ 3D ടീം കൊണ്ട് കൊടുത്തിട്ട് എൻ്റെ അന്ന് ഒരു ഓക്കുലസ് Quest 2 എന്നുള്ള ഒരു വേർഷനാണ് ഇരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അടുത്ത വേർഷൻ ഓൾറെഡി മമ്മൂക്കയുടെ ഉണ്ട്, നമുക്ക് അതിൽ കണ്ടും കഴിഞ്ഞു. അപ്പോൾ ഞാൻ 3Dയിലാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നപ്പോഴത്തേക്ക് എന്നോടൊരു 10-15 മിനിറ്റോളം 3D എങ്ങനെ ഫ്രെയിം ചെയ്യണമെന്നും ഭയങ്കര ടെക്നിക്കലി എനിക്ക് പോലും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ, ലൈക്ക് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് കുറേ നാളായിട്ട് 3D സിനിമകൾ വന്നിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് കിട്ടിയ ഇൻഫോർമേഷനെയും കാട്ടി കൂടുതലും മമ്മൂക്കയ്ക്ക് പറഞ്ഞ് നമ്മളതിങ്ങനെ ഒരു സ്റ്റുഡൻറ്റിനെ പോലെ കേട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അത്രയും അപ്ഡേറ്റഡ് ആണ്, ലൈക്ക് ഗാഡ്ജറ്റ് വൈസ് ആണെങ്കിലും ടെക്നോളജി വൈസ് ആണെങ്കിലും. നമ്മുടെ ഈ പറയുന്ന സ്റ്റാർസ് ആക്ടിങ് എന്നുള്ളതിന് ഉപരി എന്തൊക്കെ സിനിമയിലുണ്ടാകുന്ന ചേഞ്ചസ് പോലും അത്രയും അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ഇപ്പം സിനിമ മാറിയ ടൈമിൽ നേരത്തെ പറഞ്ഞ പോലെ പല ജോണേഴ്സിൽ നമ്മൾ സിനിമകൾ ചെയ്യുന്നുണ്ട്, പല രീതിയിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പല ജനറേഷൻസാണ് ഇപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാ ഈ പറഞ്ഞ OTTയിൽ കാണുന്ന പോലെ തന്നെ അവർ നേരത്തെ സിനിമ എന്നുള്ള ഒരു ഇതായിരുന്നു, പിന്നെ അത് സീരീസായി, പിന്നെ ഇപ്പം അനിമേസായി. അപ്പോൾ നമ്മളും ഇതൊക്കെ ഞാനും ഇപ്പോൾ അതൊക്കെ കണ്ടു തുടങ്ങി, അനിമയൊക്കെ കണ്ടു തുടങ്ങി. കാരണം അങ്ങനെയൊക്കെ കണ്ട് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരുന്നാൽ മാത്രമേ ഇനിയുള്ള ജനറേഷനും കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ അവരൊക്കെ നമ്മളെ ഇത് കളിയാക്കുന്ന ഒരു രീതിയിലോട്ടാവും. അതിലും നമ്മളിവിടെ ചെയ്യുന്നതിനേയും കാട്ടിയൊക്കെ വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, വായിച്ചുകൊണ്ടിരിക്കുന്നു, കോമിക്സ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലാ മേക്കേഴ്സും അപ്ഡേറ്റഡ് ആവണം എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ സ്റ്റാർസും ഇപ്പോൾ നമുക്ക് പേഴ്സണലി അറിയാവുന്ന എല്ലാ നടന്മാരും, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾക്കങ്ങനെ പറയില്ലേ, എൻ്റെ ഒരു നടൻ്റെ തല വെച്ചിട്ടായിരിക്കും ആ സിനിമ മുഴുവൻ മുന്നോട്ട് പോകുന്നത്. ഇവരെല്ലാം പുതിയതെന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ, പുതിയത്. ആ ഒരു പുതിയ കണ്ടൻറ്റ് അതെന്തും ആയിക്കോട്ടെ, അത് ചിലപ്പോൾ അവർ നെഗറ്റീവായിരിക്കും. ഇപ്പം പ്രമേഹം എൻ്റെ എക്സാമ്പിളാണല്ലോ. അപ്പോൾ അതൊരു വിഷയമേ അല്ല തോന്നി. ഇപ്പോൾ ഈ മെയിനായിട്ട് നിൽക്കുന്ന നടന്മാർക്ക് അവർക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൂ. ബ്ലസ്സേറിന് ഇരിക്കുന്നതുകൊണ്ട് ബ്ലസ്സേറിന് പറഞ്ഞ് നിർത്തിയിട്ടിൻ്റെ ഒരു ചോദ്യം എപ്പോഴും ബ്ലസ്സേറിനെ കാണുമ്പോൾ ചോദിക്കാൻ, ഇങ്ങനൊരു സദസ്സിൽ, അതായത് ഇപ്പോൾ വന്ദനം എന്ന് പറയുന്നൊരു പടം, ചിത്രം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഇറങ്ങുന്ന സിനിമയാണ്. ചിത്രം 365 ദിവസം ഹിറ്റായിട്ട് കളിച്ചിട്ട് അതേ ടീം അടുത്തൊരു പടം ചെയ്തിട്ട് അത് ചിത്രം പോലെ അത്ര വിജയിച്ചില്ല. എന്നാൽ ചിത്രത്തേക്കാൾ ഏറെ നമ്മൾ ചിരിച്ചു. അത്രയേറെ ചിരിച്ചിട്ടും ആ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു. അപ്പോൾ അതിൻ്റെ റീസൺ ഈ 2 പേരും അപ്പുറത്തും ഇപ്പുറത്തും കാറിലുണ്ട്. ഇങ്ങനെ പോകുന്നു, ഒന്നിങ്ങനെ നോക്കിയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും കണ്ടുകൊള്ളണമെന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് സന്തോഷമാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴേ. ഇവർ കാണുന്നില്ല, ഇവർ ജീവിതത്തിൽ ഒരിക്കലും കാണില്ല എന്നാണല്ലോ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ അന്ന് മനസ്സിലാക്കുന്നത്. എന്താ കഥയ്ക്ക് പ്രസക്തിയില്ല, കാരണം എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്, ഒറ്റ കോളിൽ തീരാവുന്ന വിഷയമുള്ളൂ. അത്തരം മുന്നിൽ അത്തരം ചില അനുഭവങ്ങളുള്ളപ്പോൾ അതെല്ലാം അറിയാവുന്ന ബ്ലസ്സേറിനെ പോലെ ഇത്രയും വർഷങ്ങളായിട്ട് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് നിന്നിരുന്ന ഒരാൾ കാഴ്ച എന്ന് പറയുന്ന സിനിമ, മമ്മൂക്കായുടെ നിരന്തരമായിട്ട് എല്ലാ സിനിമകളും വിജയിക്കാതെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കാഴ്ച വരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ സരിത തിയേറ്ററിൽ പോയി കണ്ടിട്ട് ബ്ലസ്സേറിനെ വിളിച്ച ആളാണ്. അതെന്തൊരു ആർജവം വേണമെന്ന് ആലോചിക്കുന്നു. അങ്ങനെ ഒരു ക്ലൈമാക്സ്, കാഴ്ചയുടെ ക്ലൈമാക്സ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ കടലാസ് ചവിറ്റുകൊട്ടിൽ ആ അഡ്രസ്സ് എഴുതി കൊടുത്ത കടലാസ്, എന്നെങ്കിലും അവൻ്റെ ആരും വന്നില്ലെങ്കിൽ എന്നെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്ത കടലാസ് ചവിറ്റുകൊട്ടയിലേക്ക് ഇട്ടിട്ട് ആൾ തിരിച്ചു നടന്നപ്പോൾ നമുക്കറിയാം ഒരിക്കലും ആളുടെ കുട്ടിയെ കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം. ചില സിനിമകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണും, നമുക്കറിയാം അതാണ് ക്ലൈമാക്സ് എങ്കിലും നമ്മൾ ആഗ്രഹിച്ചു പോകുമല്ലോ. അതെ അതെ അതെ, ഓരോ തവണ കാണുമ്പോൾ എങ്കിലും കിട്ടുമെന്ന് തോന്നിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ശരിക്കും ആ സമയത്ത് ഒരുപാട് ഡിബേറ്റ്സ് വന്നിട്ടുണ്ടാവില്ലേ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതേ ഫ്രഷ്നെസ് ആഗ്രഹിക്കുന്ന താരങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ അത് വേണോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ അതിൻ്റെ ഒരു
ഷൂട്ട് ചെയ്ത് അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അതിനകത്തൊരു വലിയ പക്ഷേ ഷൂട്ട് ചെയ്തതിന് ശേഷം അവിടെ അയാൾ തിരിച്ചു വരും എന്നൊക്കെ ഇങ്ങനെ കുറച്ച് ക്യാപ്ഷനെ കുറിച്ചൊക്കെ ഞാൻ മമ്മൂക്കായൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പക്ഷേങ്കിൽ അദ്ദേഹം പല കാര്യങ്ങൾക്കിടയിലാണല്ലോ ഇത് സംസാരിക്കുന്നത്. എനിക്കിത് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് ആദ്യ സിനിമ എന്നുള്ള രീതി. അപ്പം എനിക്ക് അത് പറഞ്ഞു. അങ്ങനെ ഇപ്പോഴും ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ ഓർക്കുന്നുണ്ട്, ഇത് അവിടെ പോയിട്ടിങ്ങനെ ഒന്ന് തിരിഞ്ഞൊന്ന് നോക്കുന്നിടത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ എൻ്റെ ഒരു വേറൊരു രസകരമായ നിങ്ങളറിയാത്തൊരു എക്സ്പീരിയൻസാണ്. ഞാൻ ഇന്നലെ എന്ന് പറയുന്ന പത്മനാഭൻ സാറിൻ്റെ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മർക്കാറയിലെ ആ മെഡോസിലുള്ള ജയറാമിൻ്റെ ആ വീട്ടിൽ നിന്ന് സുരേഷ് ഗോപി വന്നിട്ട് ശോഭനയെ കണ്ടിട്ട് അവർക്ക് തിരിച്ച് മനസ്സിലാകാതെ മടങ്ങുന്നതാണ് എൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്. മടങ്ങാൻ നേരത്ത് സുരേഷ് ഗോപി പോകുന്നു, ഇവർക്ക് തിരിച്ചറിയുന്നില്ല, പോകുന്നു, കാറിലേക്ക് കയറാൻ പോകുന്നു. അപ്പം സുരേഷ് ഗോപി ചോദിച്ചു, പപ്പേട്ട ഞാനൊന്ന് തിരിഞ്ഞു നോക്കിക്കോട്ടെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയായി ജീവിച്ച ഒരാളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു, തിരിഞ്ഞു നോക്കട്ടെ എന്ന് ചോദിച്ചു. സാറ് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അന്ന് കൂടെ നിന്ന ആളാണ് ഞാൻ, മനസ്സിലായില്ലേ? അല്ല അതിൻ്റെ ഞാനും സുരേഷ് ഗോപിയൊക്കെ ഇപ്പോൾ അതിനുശേഷം താലോലം സിനിമയൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ സമയത്ത് അന്നേരം മനസ്സിലാകത്തില്ല എന്താണ് അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആയിരുന്നു. അപ്പം നമുക്ക് ഇപ്പം ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു മൊത്തം എന്തായിരിക്കും ജനങ്ങളിലേക്ക് എത്തുന്നത് നമ്മൾ തന്നെ ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിന് പ്രത്യേകിച്ചൊന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. എഴുതിയതുപോലെ തന്നെ അതിന് അവസാനം ഈ പറഞ്ഞ കുറേ ഡിസ്കഷൻ വന്നപ്പോൾ ഇനി ഞാൻ ഒരു തെറ്റാണോ ചെയ്യുന്നതെന്നൊക്കെ വരാം. അതിന് ഭയങ്കര പ്രത്യേകിച്ച് ആദ്യ സിനിമയല്ലേ. ആദ്യ സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ചെയ്ത ആദ്യ സിനിമ പോലല്ലോ 18 വർഷക്കാലം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇത് കഴിഞ്ഞു ഇനി കുഴിച്ചു മൂടുക എന്നുള്ളതാണ്. അപ്പം ഇനിയും നഷ്ടപ്പെട്ട മനസ്സുമായി മാധവൻ കൂടുതൽ നന്മകൾക്കായി നമുക്കും പ്രാർത്ഥിക്കാം. അപ്പം ഇത് എങ്ങനെ, അപ്പം ഞാൻ അതിൻ്റെ ഒരു സൈക്കോളജി ഇങ്ങനെ കുറച്ച് അങ്ങനെ കുറേ എന്താ ഇത് അങ്ങനെ പോരാന്ന് പറഞ്ഞവർക്ക് കൊടുത്തൊരു അതിൻ്റെ ഒരു നിർബന്ധം കൊണ്ട് ഞാൻ എഴുതിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ കാണുന്ന പ്രേക്ഷകനെ ഞാൻ അതിലേക്ക് റിലേറ്റ് ചെയ്യുക. ഇത് വായിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല ചിന്തകളിൽ നിൽക്കുന്ന ആൾക്കും ദൈവമേ ആ കുട്ടിയെക്കുറിച്ച് ഒന്നും അങ്ങനെ അത്തരത്തിലുള്ളൊരു സൈക്കോളജി വർക്ക് ചെയ്താണ് കുറേ പേരെ സമാധാനം